ആദർശം സ്നേഹിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളൂ. എനിക്ക് മുസ്ലിമായി ജീവിക്കണം, എനിക്ക് ഒരു മുസ്ലിമായ ഒരാളുടെ കൂടെ ഇരുന്നിട്ടൊന്ന് ചായ കുടിക്കണം, ഒരാളെ പെരി ചെന്നിട്ട് ഒരു ഇസ്ലാമികമായ പെരുമാറ്റത്തോടെ എനിക്ക് അയാളുമായി സംസാരിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോഴാണല്ലോ ഒരാൾക്ക് ഞാൻ അങ്ങനെയാണെങ്കിൽ ആരെ പെരി പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോട് കടം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടിൻ്റെ പ്രയാസം പറയും, ആരെ എൻ്റെ യാത്രയിൽ കൂടെ കൂട്ടും, ആരെ ഞാൻ എൻ്റെ വിവാഹാന്വേഷണത്തിൽ കൂടെ കൂട്ടും. അവിടെ എന്നെ പാരവെക്കാത്ത, ഇസ്ലാമികതയിൽ നിന്ന് എന്നെ തെറ്റിക്കാത്ത, എനിക്ക് നല്ല ഉപദേശം തരുന്ന, ഞാൻ തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ തടയാൻ യോഗ്യമായ ഒരാളിൻ്റെ കൂടെ വേണം. അത് 1, 2 ആയാലോ, ആ 2, 3 ആയാലോ, അതൊരു 1000 പേര് എൻ്റെ കൂടെയുണ്ടെങ്കിലോ ആ ബന്ധം നിലനിൽക്കാൻ ഇങ്ങനത്തെ കുറച്ച് ദുസ്വഭാവമൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ഓരോ ഭാഗങ്ങളും ഈ കെട്ടിടത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്നതുപോലെ ഇസ്ലാം നിലനിൽക്കണോ, ഓരോ മുഅ്മിനും അതിന്റെ ഭാഗമാണ്. കൂട്ടത്തിൽ ഒരുത്തൻ ഒറ്റിയാൽ അത് ഇസ്ലാമിനെ ബാധിക്കും. ഒരുത്തൻ തെറ്റായൊരു അഭിപ്രായം പറഞ്ഞാൽ, കൂട്ടത്തിൽ ഒരുത്തൻ മോശത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആ മുസ്ലിം സംസ്കാരത്തെ തന്നെ പറയിപ്പിക്കുന്നിടത്തേക്ക് എത്തും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാകുന്നു. വേറെ ഹദീസിൽ കാണാം, ഒരു ശരീരം പോലെയാകുന്നു. ആ ശരീരത്തിന്റെ ഒരു അവയവത്തിന് വേദന വന്നാൽ ബാക്കി ഭാഗങ്ങളെല്ലാം ഉറക്കൊഴിച്ചും വേദനയിൽ ആ ശരീരത്തിന്റെ ആ ഒരു ഭാഗത്തിന് ഐക്യം പ്രഖ്യാപിക്കുന്ന പോലെ ഒരു മുഅ്മിനിനൊരു പ്രയാസം വന്നാൽ മറ്റു മുഅ്മിനീങ്ങൾ അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിലവർ തങ്ങൾക്ക് കഴിയുന്ന സഹായമോ ഉപദേശമോ അവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ നൽകണം എന്നാണ്. നൽകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നതിൽ വ്യാപൃതനായാൽ അല്ലാഹു അവനെ സഹായിക്കുന്നിടത്ത് വ്യാപൃതനാകും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. തന്റെ സഹോദരനെ ഒരാൾ സഹായിക്കുന്നുവെങ്കിൽ ആ സമയമത്രയും അല്ലാഹു അയാളെയും സഹായിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം നിലനിൽക്കാനാണ്. അപ്പൊ ആയത്ത് പറഞ്ഞത് ബന്ധം നിലനിൽക്കാൻ ഒഴിവാക്കേണ്ട ചില സ്വഭാവമാണ്.